അറിയും. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഭഗവത്ഗീത 15-ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗീത ആരംഭിച്ചു, 15-ാം അധ്യായം ആരംഭിച്ചു. പുരുഷോത്തമ യോഗം എന്ന അധ്യായത്തിൻ്റെ പേര്. ഭഗവാൻ അവതരിപ്പിക്കുന്നത് ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചിത്രത്തെ മുന്നിൽ വെച്ചിട്ടാണ്. ആ വൃക്ഷം എങ്ങനെയാണെന്നാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വൃക്ഷത്തെ പോലെയല്ല അതിനെ അവതരിപ്പിക്കുന്നത്. ഒരു ശീർഷാസനത്തിലുള്ള തലകീഴായിട്ടുള്ളൊരു വൃക്ഷത്തെയാണ്. എന്തിനാണ് അങ്ങനെ തലകീഴായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടോ എന്നുള്ളത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വൃക്ഷമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇത് പറഞ്ഞു തരും. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ഈ തത്വത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് സനാതന ധർമ്മത്തിൽ മറ്റെവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇന്നലെ ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. കഠോപനിഷത്തിലെ 6-ാമത്തെ വല്ലി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഊർധ്വമൂലോ അവാക്ഷാക ഏഷോ ശ്വത്ത സനാതനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവാക്ഷാക എന്നുള്ളതിന് നമ്മുടെ ഈ പ്രപഞ്ചത്തെ, മനുഷ്യ ജീവിതത്തെ, പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഈ ജീവിതത്തെയാണ്, ഈ പ്രപഞ്ചത്തെ തന്നെയാണ് വലിയൊരു വൃക്ഷമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ വൃക്ഷമാക്കി അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, മുറിച്ച് താഴെ ഇടാൻ സാധിക്കുന്നതാണ് ഈ പ്രപഞ്ചം. മുറിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുറിക്കേണ്ടത്, അതിൻ്റെ ആയുധം, ഇതെല്ലാം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഏത് ആയുധം കൊണ്ട് വേണം ഈ വൃക്ഷത്തെ മുറിക്കാൻ, അത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരം പറയുന്ന സ്കന്ധം, ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലാണ്. അവിടെ ഉത്തരാർദ്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം, ദശമം ഉത്തരാർദ്ധം 2-ാം അധ്യായം 27-ാമത്തെ ശ്ലോകം. അതിൽ പറയുന്നത്, അങ്ങ് ഒരു ആദിവൃക്ഷമാകുന്നു എന്നാണ്. ഭഗവാൻ ഒരു ആദിവൃക്ഷമാണ്. അപ്പം ഈ വൃക്ഷത്തെയും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ സമാനമായിട്ടുള്ള ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ, ഇപ്പോൾ ഭഗവത്ഗീതയാകട്ടെ, ഭാഗവതമാകട്ടെ, ഉപനിഷത്താകട്ടെ, ഇതൊന്നും വെവ്വേറെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ ഋഷീശ്വരന്മാർ ഓരോ വിധത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും രണ്ടും ഒരാളാണ്, വേദവ്യാസനാണ് രണ്ടിൻ്റെയും രചയിതാവ്. അപ്പോൾ വ്യാസർ ശ്രീമദ് ഭാഗവതത്തിലെ ദശമത്തിൽ പറഞ്ഞിരിക്കുന്ന ആദിവൃക്ഷം, അതെങ്ങനെയാണ് ആ ആദിവൃക്ഷത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഭാഗവതം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ റെഫറൻസ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളോട് ഇത്രയും ഇതായിട്ട് ഇത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, നന്നായി പഠിക്കുന്ന, വളരെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. ഒരുപാട് പേര്. എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല, കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഗൗരവമാർന്ന രീതിയിൽ പഠിക്കുന്നവരുണ്ട്. ആ പഠിക്കുന്നവരെ നമ്മൾ വളരെ താല്പര്യത്തോട് കാണുന്നു, എല്ലാവരും കാണുന്നു. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മളോട് ബഹുമാനവും അഭിമാനവും ഒക്കെ തോന്നാറുണ്ട്.
ഇങ്ങനെ തോന്നാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അഭിമാനമൊന്നും ഇല്ലെങ്കിലും നമുക്കുണ്ടാവണം എന്നാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴൊക്കെയാണ് നമുക്ക് സ്വയം നമ്മളോട് അഭിമാനം തോന്നുന്നത്? നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെയാണല്ലോ. ഈ നിങ്ങൾക്ക് ഇത് നമ്മൾ പറഞ്ഞു തരുന്ന സമയത്ത് ഇങ്ങനെ റെഫറൻസ് ഇന്നടുത്തുനിന്നൊക്കെ കൃത്യമായി അതിനെ കണക്ട് ചെയ്ത് നിങ്ങളോട് പറയുന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മളങ്ങനെ കാണാറില്ല, കുറവാണ്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ഇവരൊന്നും ശരിയല്ല എന്ന് പറയാനൊന്നും ആളല്ല. ഇപ്പോൾ നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട്, സ്വാമി നിങ്ങൾ പാവങ്ങൾക്ക് വീടൊന്നും വെച്ച് കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്ത് സ്വാമിയാണ്, എന്ത് ആശ്രമമാണ് നിങ്ങൾ നടത്തണമെന്നൊക്കെ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, സൗജന്യമായിട്ട് ഓപ്പറേഷൻ നടത്തി കൊടുക്കുക, അതല്ല നമ്മുടെ ജോലി സുഹൃത്തെ. മറ്റത് ധനികരായിട്ടുള്ള പലരും ചെയ്യുന്നുണ്ട്. അവരവരുടെ ധനത്തിൻ്റെ, അവർ സമാഹരിക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കറിയാലോ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ. കേരളത്തിൽ യൂസഫ് അലി, MA യൂസഫ് അലി, ലുലു ഇതിൻ്റെ, അദ്ദേഹം ലുലു ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആയ കാലത്ത് 10 രൂപ സമ്പാദിക്കുമ്പോൾ 2 രൂപ ഈ കാര്യത്തിന് ചെലവഴിക്കുന്ന ഒരാളാണ്. സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഇതുപോലെ ചാരിറ്റി എന്ന പേരിൽ നടത്തുന്നവരുണ്ട്. ബിസിനസ്സുകാർക്ക് അത് സാധിക്കുന്നതാണ്. വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, ചിലപ്പോൾ ആശ്രമങ്ങളും ഉണ്ടാവും, അങ്ങനെ വലിയ ബിസിനസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ വലിയ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കും. നമ്മളങ്ങനെ വലിയൊരു ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളല്ല. നമ്മുടെ ഇതെന്താണ്, ഇത് ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുക, ഉപനിഷത്ത് പറയുക, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ, ശങ്കരാചാര്യ കൃതികൾ, രമണ മഹർഷിയുടെ കൃതികൾ, ഇങ്ങനെ അധ്യാത്മ ശാസ്ത്രങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ ജനങ്ങൾ എന്താണോ തരുന്നത് അതുമായിട്ട് കിട്ടിയതുമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുക. പിന്നെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട് ഈ കിട്ടുന്നതിൽ നിന്ന് എടുത്തിട്ട്. അത് കൂടുതലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാണ് നമ്മൾ ചെയ്യാറ്. അത് നമ്മൾ ആരോടും പറയാറും ഫോട്ടോ എടുക്കലും അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് ആണ്, മനുഷ്യ നിർമ്മാണമാണ്, വീട് നിർമ്മാണമല്ല. അതിന് ബന്ധപ്പെട്ട ഇത്തരം ആളുകൾ, അപ്പോൾ അവരുമായിട്ട് നമ്മളെ തുലനം ചെയ്യരുത്. അവർക്ക് ഇതേപോലെ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കാം, അതിനവർക്ക് വരുമാനമുണ്ട്. അത്തരം വരുമാന സ്രോതസ്സുകളൊന്നും നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നമ്മളോട് സദയം ക്ഷമിക്കുക. നാളെ ഇത്തരം വരുമാനം, ഇന്ന സ്വാമിക്ക് ഇങ്ങനെയുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പണിയല്ല, അതാർക്കും സാധിക്കും. അതല്ല ഒരു സന്യാസിയുടെ ധർമ്മമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇരിക്കട്ടെ, പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്തരം കണക്ട് ചെയ്ത് കൃത്യമായ ശ്ലോകസംഖ്യ പറഞ്ഞു തന്ന് നിങ്ങൾ അതിൽ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ദശമം ഉത്തരാർദ്ധം 2-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയണത്? ഒരാദിവൃക്ഷത്തെക്കുറിച്ച് അവിടെ പറയുന്നു. എന്താ ആദിവൃക്ഷം? അതിന് ഏകായനൗസൗ ദ്വിബല സ്ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വഗ് അഷ്ടവിടഭോ നവാക്ഷോ ദശച്ഛതി ദ്വികഘോ ഹി ആദിവൃക്ഷ. ഈ വൃക്ഷത്തിന് ഒരു ഏകായനവും ഒരാശ്രയമുണ്ട്. അതിൻ്റെ തായ് വേര്
മൂലം. അതെന്താണ് ഇതിവിടെ പറയുന്നത്? ഒരു വേര്, ഒരു 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 ആശ്രയം, പിന്നെ 2 ഫലങ്ങളുണ്ട്, 3 വേരുകളുണ്ട്, 4 രസങ്ങളുണ്ട്, 5 പ്രകാരത്തിലാണ്. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 3 ഒരാശ്രയം, 2 ഫലം, 3 വേര്, 4 രസമുണ്ട് ഈ വൃക്ഷത്തിന്, 5 പ്രകാരത്തിലാണ്, 6 സ്വഭാവമുണ്ട്, 7 തൊലികളുണ്ട്, 8 കൊമ്പുകളുണ്ട്, 9 ദ്വാരങ്ങളുണ്ട്, 10 ഇലകളുണ്ട്. അതിൽ ഈ വൃക്ഷത്തിൽ 2 കിളികളുമുണ്ട്. ഇങ്ങനെ ഒരു ആദിവൃക്ഷമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഇതിൻ്റെ ആ ആശ്രയം? ഏകാശ്രയം. ഏകാശ്രയം എന്ന് പറയുന്നത് ബ്രഹ്മാശ്രയം. ഈ വൃക്ഷം നിലകൊള്ളുന്നത് ബ്രഹ്മാശ്രയത്തിലാണ്. ഇതിന് 2 ഫലങ്ങളുണ്ട്. എന്താ ഇതിൻ്റെ 2 ഫലങ്ങൾ? ഒന്ന് സുഖം, മറ്റൊന്ന് ദുഃഖം. ഈ 2 ഫലങ്ങളെയാണ് ഈ വൃക്ഷം തരുന്നത്, യഥേഷ്ടം തരുന്നത്. 2 ഉണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഖവും ദുഃഖവും ഇതിൻ്റെ ഫലമാണ്. 3 വേരുകളുണ്ട്. ഈ വേരുകളാണ് നമ്മൾ പഠിച്ച കഴിഞ്ഞ അധ്യായത്തിൻ്റെ പേര് തന്നെ അതാണ്. സത്വം, രജസ്, തമസ്. ഇതാണ് ഈ 3 വേരുകൾ. ഒരു വൃക്ഷത്തിന് 3 വേരേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇവിടെ വൃക്ഷത്തിന് 3 വേരാണ്. ഈ സത്വരജ തമോ ഗുണങ്ങളിലൂടെയാണ് ഇവൻ സകലതും വലിച്ചെടുക്കുന്നത്. എന്നിട്ട് എന്തുണ്ടാക്കുന്നത്? ഈ സുഖദുഃഖങ്ങളാകുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നത്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള വൃക്ഷമാണിത്. നിങ്ങൾ ഭാഗവതം എത്രയോ ആവർത്തി കേൾക്കാൻ പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ഭാഗവതാചാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു സാധ്യതയും ഉറപ്പാ. കാരണം ഇത് നമ്മൾ കുറേ കേൾക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഭാഗവതത്തിൽ ഇല്ലേ ഇത്? ഒരിക്കൽ ഇതേപോലെ നമ്മൾ ഭാഗവതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭാഗവതത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഉദാഹരിച്ച സമയത്ത് വേറൊരാൾ പറയാം, ഭാഗവതത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ തള്ളി വിടുകയാണ്, എൻ്റെ കയ്യിൽ ഭാഗവതം ഉണ്ട്. നമ്മൾ പറഞ്ഞു എടുത്തോളൂ, തുറക്കാൻ പറഞ്ഞു. തുറന്നു. എവിടെ? ഒരു ഈ കൊല്ലം ഭാഗത്താണ് സംഭവം. ഈ കൊല്ലത്തൊക്കെ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ കൂടുതലും ഈ കിളിപ്പാട്ട് ദേവി ഭാഗവതത്തെയാണ് ഇവർ ഈ ഭാഗവതം എന്ന് പറയും. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് മൂലം വ്യാസരുടെ ശ്രീമദ് ഭാഗവതം എന്നൊക്കെ എടുത്തു പറയും. അതുപോലെ തന്നെയാണ് ഇത് പറയുന്നത്. വ്യാസരുടെ ഈ പറഞ്ഞ കിളിപ്പാട്ടല്ല. അതുകൊണ്ട് ഈ കൊല്ലം ഭാഗങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഈ കിളിപ്പാട്ടാണ്. ഒരിക്കൽ അങ്ങനെ ഭാഗവത സപ്താഹത്തിന് പോയിട്ട് അവിടെ പ്രഭാഷണം തുടങ്ങിയപ്പോഴാണ് പലരും പുസ്തകം എടുത്തു വെച്ചിട്ട് ഈ കാര്യം അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രത്തിലായിരുന്നു, കുറേ വർഷം മുമ്പാണ്. അപ്പോൾ അവിടുത്തെ ഭാഗവത സപ്താഹമൊക്കെ കഴിയുന്ന ദിവസം കുറേ ആളുകൾ നമ്മളെ കാണാൻ വന്നു. എന്നിട്ട് അവർ പരിചയപ്പെടുത്തി. ഓരോരോ ഭാഗവത ആചാര്യന്മാരാണ്. ഒരു 5-8 പേര് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ വന്നു. നമ്മൾ അവരോട് ചോദിച്ചു എന്താണ്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം ബോധിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് സ്വാമി. വളരെ നല്ല രീതിയിൽ
നമ്മൾ പറഞ്ഞു, പറയൂ എന്താണ്. ഞങ്ങൾ ഈ ഭാഗങ്ങളിൽ, ഈ ജില്ലകളിലെല്ലാം ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തുന്നവരാണ്. നല്ലത്. ഞങ്ങൾ ഈ കിളിപ്പാട്ട് ഇതാണ് വായിക്കുന്നതും പ്രഭാഷണം നടത്തുന്നതും. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത്. അവർക്കൊരു യൂണിയനൊക്കെ ഉണ്ട്. അതിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മൂലപാരായണം ഇത് ഇവിടെ ഇങ്ങനെ ഈ ജില്ലകളിലേക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കഞ്ഞി കൂടി മുട്ടും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറഞ്ഞു, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനി ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ല വരില്ല എന്ന് പറയണോ? എന്താ വേണ്ടത്? അല്ല, അതങ്ങനെയല്ല, ഞങ്ങളുടെ സങ്കടം ഇങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. ആരുടെയും കഞ്ഞുകൂടി മുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ കിളിപ്പാട്ട് ദേവി ഭാഗവതത്തിൽ മലയാളത്തിലായിരിക്കും. കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിൽ നിന്നല്ല ഉദ്ധരണി പറയുന്നത്. നിങ്ങളപ്പോൾ അത് തുറന്നു നോക്കിയിട്ട് സ്വാമി വെറുതെ ഇല്ലാത്തവരെന്നൊക്കെ പറയുകയാണെന്ന് പറയരുത്. ഇത് ശ്രീമദ് ഭാഗവതം, ഭഗവാന്റെ, കൃഷ്ണൻ്റെ കഥകൾ പറയുന്ന സംസ്കൃതത്തിലുള്ള മൂലഗ്രന്ഥം. അതിൽ ദശമത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഉത്തരാർദ്ധം, അവിടെയാണ് എന്ത് വരുന്നത്? ഭഗവാന്റെ അവതാരം വരുന്നത്. അതിൽ 2-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഏകായനോസോ ദ്വിപല ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടപോ നവാക്ഷോ ദശച്ഛതി ദ്വികഖോ ഹി ആദിവൃക്ഷ. അപ്പം ബ്രഹ്മമാകുന്ന ആശ്രയം, അതാണ് ബ്രഹ്മാശ്രയമാകുന്ന ഏക ആശ്രയം. അതിലുള്ള 2 ഫലങ്ങൾ എന്ന് പറയുന്നത് സുഖവും ദുഃഖവുമാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാം. നമ്മുടെ അനുഭവം വരുന്ന പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം, സുഖദുഃഖം. ഈ വൃക്ഷത്തിൻ്റെ 3 വേരുകൾ എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ് ആകുന്ന വേരുകളാണ്. അതിലൂടെയാണ് ഈ വൃക്ഷം അതിനു വേണ്ടുന്ന വളം വലിച്ചെടുക്കുന്നത്, വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്നത്. പിന്നെയോ 4 രസങ്ങൾ ഈ വൃക്ഷത്തിനുണ്ട്. ഏതാണ് ഈ 4 രസങ്ങൾ എന്നാണെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ചതുരസ. ധർമാർത്ഥ കാമമോക്ഷം. പിന്നെ പറയുന്നത് എന്താണ്? ചതുരസ പഞ്ചവിധ, 5 പ്രകാരത്തിലാണ്. 5 ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു. ഇങ്ങനെയുള്ള 5 പ്രവർത്തനങ്ങൾ, 5 വ്യാപാരങ്ങൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ അനുഭവിക്കുന്നു 5 പ്രകാരത്തിൽ. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ആണ് ഈ വൃക്ഷത്തെ അറിയുന്നത്. പിന്നെയോ പഞ്ചവിധ ഷഡാത്മാ, 6 സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ 6 സ്വഭാവം? ഷഡ്വികാരവത്. 6 വികാരത്തിന് ഇത് പരിണാമം, 6 വികാരത്തിന് ഇത് വിധേയമാകുന്നു ഈ വൃക്ഷം. അതെന്താണ്? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, പെരുകി, ക്ഷയിച്ച്, നശിക്കുന്നത്.
അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അഭക്ഷ്യതേ വിനശ്യതീതി ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരത്തെ തന്നെയാണ് ഈ വൃക്ഷമായിട്ട് പറയുന്നത്. അപ്പം ഷഡാത്മാ 6 പ്രകാരം. പിന്നെയോ സപ്തത്വക് 7 തൊലികളുണ്ട്, ചർമ്മങ്ങളുണ്ട് ഈ വൃക്ഷത്തിൽ. സപ്തത്വക് എന്താണ്? സപ്ത ധാതുക്കൾ തന്നെ 7 തൊലികൾ. ഇതൊക്കെയാണ് ത്വങ് മാംസ രുധിര സ്നായു മേധോ മജ്ജ അസ്ഥി. ഇതാണ് 7 തൊലികൾ, ആവരണങ്ങൾ. അതും സ്ഥൂല ശരീരത്തിൻ്റെ ലക്ഷണമാണ്. ത്വങ് മാംസ രുധിര സ്നായു മേധോ മജ്ജാസ്തി സങ്കുലം. ത്വങ് എന്ന് പറയുന്നത് തൊലി തന്നെ. ത്വങ് മാംസം, മാംസം ഫ്ലഷ്. രുധിരം രക്തം. സ്നായു ഞരമ്പ്. ത്വങ് മാംസ രുധിര സ്നായു. മേധോ മേധസ് കൊഴുപ്പ്. മജ്ജ എല്ലിനകത്തുള്ള ബോൺ മാരോ. അസ്ഥി എല്ല്. 7 എണ്ണം. ഈ സപ്തധാതുക്കളാണ് ഇതിൻ്റെ 4 ലെയറാണ്. 7 തൊലികളുണ്ട് ഈ വൃക്ഷത്തിൽ. പിന്നെയോ സപ്തത്വക് അഷ്ടവിടവോ 8 കൊമ്പുകളുണ്ട്. എന്താ ഈ 8 കൊമ്പുകൾ? ഭിന്ന പ്രകൃതിരഷ്ടധ. എൻ്റെ പ്രകൃതി 8 പ്രകാരത്തിലാണെന്നും ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെയാണ് പഞ്ചമഹാഭൂതങ്ങൾ: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. മനസ്സ്, ബുദ്ധി, അഹമെന്ന ബോധം. ഇതാണ് 8 പ്രകൃതി, അഷ്ടപ്രകൃതി. പിന്നെയോ അഷ്ടവിടവോ നവാക്ഷോ 9 ദ്വാരങ്ങളുണ്ട് ഈ വൃക്ഷത്തിൽ. 9 ദ്വാരങ്ങൾ ഏതാണ്? നവദ്വാരം. ഈ 9 ദ്വാരങ്ങളിൽ 7 ദ്വാരങ്ങൾ നമ്മുടെ തലമണ്ട കഴുത്തിൽ തന്നെ ഉണ്ട്, തലയിലുണ്ട്. മൂക്കിലുള്ള 2 ദ്വാരം, വായയുടെ ദ്വാരം, ചെവിയുടെ 2 ദ്വാരം, കണ്ണിൻ്റെ 2 ദ്വാരം. അപ്പോൾ കണ്ണിൻ്റെ 2 ദ്വാരം, മൂക്കിൻ്റെ 2 ദ്വാരം, 2 2 4. ചെവിയുടെ 2 ദ്വാരം 6. വായയുടെ ദ്വാരം 1 7. പിന്നെ 2 മലമൂത്ര വിസർജനാദികളുടെ ദ്വാരം. 7ഉം 2ഉം 9. 9 ദ്വാരങ്ങൾ നവാക്ഷി. 9 ദ്വാരങ്ങൾ ഈ വൃക്ഷത്തിന്, 9 പൊത്തുകൾ ഈ വൃക്ഷത്തിനുണ്ട്. പിന്നെയോ ദശച്ഛതി 10 ഇലകളുണ്ട്. എന്താ ഈ 10 ഇലകൾ? ദശപ്രാണന്മാർ 10 ഇലകൾ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, നാഗൻ, കൂർമൻ. 10 പ്രാണന്മാർ 10 ഇലകളാണ്. പിന്നെ 2 കിളികളുണ്ട്. ഈ 2 കിളികളെ പിടികിട്ടിയാലേ നമുക്ക് ഈ രാമായണം പിടികിട്ടും. ഈ രാമായണം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ, രാമായണത്തിൻ്റെ ബേസ് മനസ്സിലാവണമെങ്കിൽ ഇത് മനസ്സിലാവണം. ഇത് മനസ്സിലാവാതെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ നമ്മൾ ഈ എന്താ പറയുക, ഒരു മാസം മുഴുവൻ രാമായണം വായിച്ചിരിക്കുന്നുണ്ട്.
എന്നിട്ടൊരു രാമൻ സീതയ്ക്ക് എപ്പിടി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്. മറ്റൊരു ഉപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷ പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അന്യൻ അഭിചാകശീതി. അതിമനോഹരമായിട്ടുള്ള ഒന്നാണ്. ഏതാണ് ഉപനിഷത്ത്? മുണ്ടകത്തിൽ, മുണ്ടകോപനിഷത്തിലാണ്. മുണ്ടകത്തിൽ എവിടെ വരണു? മൂന്നാം മുണ്ടകത്തിൽ, രണ്ടാം ഖണ്ഡത്തിൽ എന്താ പറയണത്? ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സാദ്വത്തി അന്യൻ അന്യൻ അനശ്നൻ അന്യൻ അഭിജാകശീതി. എന്താ സംഭവം? ദ്വാസുപർണ, രണ്ട് കിളികൾ, സയുജ സഖായ, ഇവർ രണ്ടുപേരും സഖാക്കളാണ്, സുഹൃത്തുക്കളാണ്. സമാനം വൃക്ഷം പരിഷസ്വജാതേ, ഒറ്റ വൃക്ഷത്തിൽ ഇവരങ്ങനെ താമസിക്കുക. ഒരു വൃക്ഷത്തിൽ രണ്ട് സഖാക്കൾ ഒരുമിച്ചവർ താമസിക്കും. ഒരുത്തനോ തയോഹോ അവയിൽ അന്യഹ ഒരുവൻ പിപ്പലം സാദ്വത്തി, ഈ വൃക്ഷത്തിൻ്റെ പഴത്തെ കൊത്തി തിന്നുന്നു. മറ്റവനോ അന്യൻ അനശ്നൻ, ഒന്നും കഴിക്കാതെ അഭിജാകശീതി, മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. ഇവൻ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നു. എന്ത് മനോഹരാണ് ഇത്! ഒരു വൃക്ഷത്തിൽ രണ്ട് കിളികൾ ഒന്നിങ്ങനെ തിന്നുന്നു, ഒന്ന് തിന്നാതിരിക്കുന്നു, ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചയാണോ? അത് മാത്രമാണോ? അല്ല. ഇവിടെ പറയുന്ന എന്താണ്? ദ്വികാക്കോ, രണ്ട് കിളികൾ. ഭഗവാൻ നേരത്തെ ഈ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞുവല്ലോ, എന്താകാനാ പറഞ്ഞത്? സാക്ഷിയാവാനാ പറഞ്ഞത്. ഉദാസീനവദാസീന, അങ്ങനെ ഉദാസീനവദാസീനനായിരിക്കുന്ന ഒരു കിളിയുണ്ട്. മറ്റവനോ ഇങ്ങനെ കടിച്ചു നോക്കി നോക്കി അത് പറഞ്ഞിരിക്കുക. അവൻ ഈ രണ്ട് ഫലവും മാറി മാറി അനുഭവിക്കുന്നുണ്ട്. സുഖവും ദുഃഖവും മാറി മാറി തിന്നുന്നുണ്ട്. മറ്റവൻ മിണ്ടാതിരിക്കുന്നു. പറഞ്ഞാൽ മനസ്സാകുന്ന ഒരു കിളി. അത് രാവിലെ മുതൽ ഇങ്ങനെ പറന്ന് ഓരോന്നിലും ചറപറ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. മറ്റവനോ നൈവ കുറുവന് നൈവ കാരയന്, ഒന്നും ചെയ്യുന്നുമില്ല ചെയ്യിക്കുന്നുമില്ല, മിണ്ടാതിരിക്കുന്നു, അഭിചാകശി. അപ്പം ഈ രണ്ട് കിളികളെ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ടോ ഇങ്ങനെ രണ്ട് കിളികളെ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് അതിലൊന്നിനെ വേടൻ അമ്പ് ചെയ്തു. എന്നിട്ട് അവനോട് മാനിഷാദ പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക. വാസ്തവത്തിൽ വേടൻ അമ്പ് ചെയ്തത് ഏതിനെയാ? നമ്മൾ അമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതിൽ ഒന്നിനെ കൊല്ലേണ്ടതാണ്. ഈ അമ്പെയ്ത്ത് ആദ്യം നമുക്ക് മനസ്സിലാവണം, എന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ആ കാമമോഹിത, അവിടെ ഒരു കാമമോഹിതയായിട്ടുള്ള
യത് ക്രൗഞ്ച മിഥുനാദേകം. അപ്പം നമ്മൾ ആ കാമത്തിന് നമ്മൾ പരിവേഷം നൽകി പ്രേമത്തിൻ്റെ അമൂർത്തമായ സംഭവങ്ങളൊക്കെ കൽപ്പിച്ച് എന്തൊരു ദുഷ്ടനാണ് ഈ വേടൻ എന്നൊക്കെ വേടൻ്റെ എന്താ പറയുക തൊഴിലിനെ എല്ലാം പാടെ നിരാകരിച്ചുകൊണ്ട് വേടനെ ശപിക്കുക. വേടൻ്റെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങളൊരു ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ സംഭവമായിട്ട് കാണുകയാണെങ്കിൽ വേടൻ്റെ പരിപാടി ചെയ്യുന്നു. മുക്കുവന്മാർ വലയായിട്ട് മീൻ പിടിക്കാൻ പോകുന്നില്ലേ, അരുത് മുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തരുടെ ഉപജീവനം അവരുടെ ജീവനത്തിന് നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ പക്ഷികളെയൊക്കെ വേട്ടയാടി അതിൻ്റെ ആ ശാപ്പാടൊക്കെ കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വേടന്മാരുടെ ജോലി. അപ്പം ഇങ്ങനെ രണ്ടെണ്ണത്തിനെ കണ്ട അവർ അമ്പ് ചെയ്യും. അതിലൊരെണ്ണം താഴെ വീണു. അപ്പോൾ ഇന്നാൾക്ക് ശോകമുണ്ടായി, അല്ലെങ്കിൽ ദുഃഖമുണ്ടായി. ഇതേതാണ് ഈ കിളികൾ? കാമമോഹിതയായ ഒന്നിനെ ഏത് വീഴ്ത്തിയെങ്കിൽ അത് ഏത് വീഴ്ത്തപ്പെടേണ്ടതല്ലേ? അങ്ങനെ അതിൻ്റെ കഥ പറയുമ്പോൾ അതെന്താണത്? അതൊരു ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ നിങ്ങൾ ഇവിടേക്ക് എത്തും. ഇതിൻ്റെ ബേസ് ഉണ്ടെങ്കിലേ നമ്മൾ അതിലേക്ക് പോയിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ രാമന് തോർത്തുണ്ട് ലക്ഷ്മണന് മുണ്ടില്ല എന്ന് പറയുന്ന പോലെ വായിച്ചു പോകും. അപ്പം ഇവിടെ പറയുന്ന രണ്ട് കിളി എന്ന് പറയുന്നത് അതാണ്, മനസ്സാകുന്ന കിളി. അപ്പോൾ നോക്കൂ, നമ്മളാകുന്ന ഒരു വൃക്ഷം. അപ്പോൾ നമുക്കിത് പുറത്ത് വേണമെങ്കിൽ നമുക്ക് കൽപ്പിക്കാം. ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭാഷ, ഇങ്ങനെ പ്രകൃതിയിലെ എന്താ പറയുക, ഒരു വൃക്ഷവും ആ വൃക്ഷത്തിലെ രണ്ട് കിളികളും അതിലിരിക്കുന്ന ആ വൃക്ഷത്തിന് സ്വാഭാവികമുണ്ടാവുന്ന പൊത്തുകൾ, ദ്വാരങ്ങൾ, ഇലകൾ, കൊമ്പുകൾ. ഇതിനാണ് വേദത്തിന് ഈ ഷഡംഗാദി വേദോ മുഖേ ശാസ്ത്രവിദ്യ. അതിന് 6 അംഗങ്ങളുണ്ട്: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. നമ്മുടെ മറ്റേ തട്ടിപ്പ് ജ്യോതിഷമല്ല. അതുമായിട്ട് വേദത്തിന് ബന്ധമൊന്നുമില്ല. അവരിങ്ങനെ ഓരോന്ന് പറയും. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിർകൽപ്പം. കൽപ്പം അനേന കൽപ്യതേ. ഇതുകൊണ്ട് കൽപ്പന ചെയ്യപ്പെട്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കൽപ്പനകൾ കാണും. അത് കൽപ്പനയാണെന്ന് മനസ്സിലാക്കണം. അത് യുദ്ധമാണെങ്കിലും ഇത്തരം ദൃശ്യങ്ങളാണെങ്കിലും എല്ലാം. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനാണിത് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുണ്ടല്ലോ അപകടകാരിയാണ്. അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാളെ തല്ലാൻ നടക്കുക. എന്തൊരു കഷ്ടമെന്നൊന്നും ആലോചിച്ച് നോക്കണേ. ഇത് കുത്തിയിരുന്ന് പഠിച്ച് മനനം ചെയ്ത് അതിൻ്റെ മുകളിൽ ഗവേഷണങ്ങളും അതിന് സമാനങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയുടെ ഉന്നമനവും സമൂഹത്തിൻ്റെ ഉന്നമനവും ഒക്കെയാണ്. ഇതിൽ വേറെ ഏതെങ്കിലും വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരു കണിക പോലും ഇല്ലല്ലോ. നമ്മളെ സെൽഫ് ഡിസിപ്ലിനും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നമ്മൾ ജീവിക്കേണ്ടുന്ന മാനേഴ്സ്, അതൊക്കെ നമ്മൾ കൂടുതൽ സംശുദ്ധരാകുന്ന ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് കുഴപ്പമുണ്ടാവുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ, അതൊരു നമുക്ക് പരിഗണിക്കേണ്ടുന്ന ഒന്നാണ്. ഇത് മറ്റത് പറയുമ്പോഴാണ് പ്രശ്നം. മറ്റേത് ആളെ കൊല്ലലാണ്, അതിനൊരു ന്യായീകരണം നടത്തലാണ്. അത് അപകടമാണ്. മതം അങ്ങനെ ആളെ കൊല്ലാൻ പറയുന്നുണ്ടോ? ഒന്നിനെയും കൊല്ലാൻ പറയുന്നില്ല. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് എന്നിട്ട് ഇതിൻ്റെ അക്കൗണ്ടിൽ എടുത്താൽ, അപ്പം
ഈ ഒരു വൃക്ഷസങ്കല്പം ഉപനിഷത്തിലെ 2 ഉദ്ധരണികളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ദ്വാസുപർണ സയുജ സകായ സമാനം വൃക്ഷം. അതുപോലെ തന്നെ ഊർധ്വമൂലോ അവാക്ഷാകേഷു അശ്വത്ഥ സനാതന. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഏകായനോ സൗദ്വിപല ത്രിമൂല ചതുരസ പഞ്ചവിധ ഷടാത്മാ സപ്തത്വകഷ്ട വിടപോ നവാക്ഷോ ദശച്ഛതി ദ്വിഗോ ഹി ആദിവൃക്ഷ. അപ്പം ഈ 2 കിളികൾ, ശ്രീനാരായണ ഗുരുദേവൻ ഒരിടത്ത് പറയുക കിളികളെ 5 അരിഞ്ഞു വീഴ്ത്തിയത്. 5 കിളി. നമ്മൾ മധുസൂദനൻ നായർ സാറിൻ്റെ ഒരു കവിത നിങ്ങളോട് പറഞ്ഞു. ഒരു കിളിയും 5 വേടന്മാരും. അവിടെ പിന്നെ വേടന്മാരാണ് നമ്മുടെ സെൻസസായിട്ട് പറഞ്ഞത്. നിയന്ത്രണമില്ലാത്ത സെൻസസ്. ദുഷ്ടാശ്വ ഇവ സാരഥേ എന്ന് കഠോപനിഷത്തിൽ പറയും. നിയന്ത്രണമില്ലാത്ത കുതിരകൾ. അവൻ സംസാരം ച അധികച്ചതി, സംസാരത്തിലേക്ക് കൊണ്ടുപോയി പതിപ്പിക്കുന്നു. സദശ്വ നിയന്ത്രണമാർന്ന കുതിരകളോ, ഒരു ഡ്രൈവറുണ്ട്, ആ തേരാളിക്ക് വശംവദനാണ് ഈ കുതിരകൾ. സംസാരം ച അധികച്ചതി, ഇതിനെ അതിവർത്തിക്കും. മറ്റത് ഈ കുഴിയിൽ കൊണ്ടുപോയി ഇടുന്നു. അപ്പോൾ അവിടെ ഒരു തേരോട്ടമായിട്ട് ഇതേ തത്വത്തെ തന്നെയാണ് നമ്മുടെ ഋഷിമാർ ചാലഞ്ചിങ് ആണ്. ഈ തത്വത്തെ അവരെങ്ങനെ വേണമെങ്കിൽ, നമ്മുടെ നല്ല പാചകം അറിയുന്ന അമ്മമാർക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അവർ അതിൽ പലതും ചെയ്യും. വെറും പുട്ട് മാത്രമല്ല, അവർ വെറൈറ്റി പലതും ഉണ്ടാക്കും. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. ഒന്നുകിൽ അരിപ്പൊടി, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അങ്ങനെ എന്തെങ്കിലും. ചിലർ ഈ ക്യാരറ്റൊക്കെ ലാഭത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഹലുവ, അത് ഇത് എന്നൊക്കെ പറഞ്ഞു പല പല സാധനം സീസണിൽ കിട്ടുന്ന പലതിനെ മാങ്ങ കൊണ്ട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതുപോലെ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ ഈ പറയുന്ന ഒരു തത്വത്തെ പല പ്രകാരത്തിൽ പല കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരിടത്തെങ്കിലും മനസ്സിലായാലേ ബാക്കിയുള്ളിടത്ത് ഇത് മനസ്സിലാവും. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലോ തിരിയേണ്ടവന് തിരിയും, അല്ലാത്തവൻ നഷ്ടം തിരിയും. നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.